യാത്രകളെ പ്രണയിക്കുന്ന തിരുമേനി സ്വദേശി KJ ഷാജു കുറ്റനാൽ തന്റെ പുത്തൻ ബൈക്ക് യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഇത്തവണ ലഡാക്കിലേക്കാണ് തന്റെ ബൈക്കിൽ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നത്. ഇതിനു മുമ്പും ഒറ്റയ്ക്ക് ബൈക്കിലും കാറിലുമായി നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള ഷാജു ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. 3 ആഴ്ച നീണ്ടുനിൽക്കുന്ന യാത്രയ്ക്ക് തിരുമേനി ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നിന്നും സഹപ്രവർത്തകരുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് ഷാജു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് തിരുമേനി SNDP സ്കൂൾ മുഖ്യാധ്യാപകൻ PJ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് വഴി മണാലിയിലെത്തുമ്പോൾ അവിടെ വെച്ച് സുഹൃത്തുക്കളായ സനീഷ് ആന്റണി, പ്രിൻഡോ എബ്രഹാം, പ്രിൻഡോയുടെ മാതാവ് സീന ബാബു എന്നിവർ ഫ്ലൈറ്റിൽ നാട്ടിൽ നിന്നും മണാലിയിലെത്തി ഷാജുവിനൊപ്പം ലഡാക്കിലേക്ക് അനുഗമിക്കും. നാട്ടിൽ യാത്രയെ സ്നേഹിക്കുന്ന നിരവധി സുഹൃത്തുക്കൾ ഷാജുവിനുണ്ട്. ക്ലബ് പ്രസിഡന്റ് രാജേഷ് PK, സജി ഇടക്കര, സനീഷ് ആന്റണി, പ്രിൻഡോ എബ്രഹാം, ജിമ്മി ജോർജ്, ജോമോൻ ഇടക്കര, സുബിൻ കൊയിലാണ്ടി, സുനീഷ് ജോർജ് എന്നിവർ യാത്രയയപ്പിൽ സന്നിഹിതരായിരുന്നു. ഒരു ദിവസം 600 മുതൽ 800 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് ഷാജു A1 ന്യൂസിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. ഷാജുവിന്റെ സാഹസിക യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് A1 ന്യൂസ്. സന്തോഷകരമായ ഒരു ദിവസമാണ്. ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുൻ സെക്രട്ടറിയും ഞങ്ങളുടെ ശക്തനായ പ്രവർത്തകനുമായ ശ്രീ ഷാജു കൂറ്റനാൽ. അദ്ദേഹം ഒരു നല്ല റൈഡറാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ബൈക്കിലാണ് സഞ്ചരിക്കാറ്. ഇപ്പോൾ ഏകനായി ലഡാക്കിലേക്ക് പോവുകയാണ്. ടീമായും അതോടൊപ്പം തന്നെ സിംഗിളായും അദ്ദേഹം റൈഡുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ലഡാക്കിലേക്കുള്ള ഈ യാത്ര 2ാമത്തെ പ്രാവശ്യമാണ്. സിംഗിളായാണ് അദ്ദേഹം പോകുന്നത്. റാൺ ഓഫ് കച്ച്, അതുപോലെ അരുണാചൽ പ്രദേശ്, തവാങ്, അവിടെയൊക്കെ നിരവധി പ്രാവശ്യം അദ്ദേഹം റൈഡുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻഡോ എബ്രഹാം, അദ്ദേഹം റൈഡുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം 2 പേര് കൂടി പോകുന്നുണ്ട്. പക്ഷെ അവർ ബൈക്കിലല്ല പോകുന്നത്. സനീഷും അതുപോലെ തന്നെ പ്രിൻഡോയും. അവരെ ഇദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യും. ബൈ ട്രെയിൻ ഓർ ബൈ ഫ്ലൈറ്റ് അങ്ങനെ പോകും. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ യാത്രയ്ക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേരുകയാണ്. നല്ല ഒരു ജേർണി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. യാത്രകൾ പണ്ട് പോലെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ കഥാപാത്രങ്ങൾ, പ്രദേശങ്ങളൊക്കെ സങ്കല്പിക്കുന്നത് നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണ് യാത്രയിലൂടെ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് യാത്രയാണെന്നാണ് എൻ്റെ അഭിപ്രായം. യാത്ര ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ബാംഗ്ലൂരിൽ പോയി ഹോൾട്ട് ചെയ്ത് അവിടുന്ന് നാളെ രാവിലെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ വഴി ഡൽഹി ടച്ച് ചെയ്യാതെയാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഹിമാചലിലേക്ക്. ഹിമാചലിലെ മണാലിയിൽ ചെന്നതിന് ശേഷം അടൽ ടണൽ ക്രോസ് ചെയ്ത് ലേയിലേക്കും, പിന്നെ ലേയിലെത്തിയതിന് ശേഷം എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്ന സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ ലഡാക്കിലെ പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്. 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു റൈഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുന്ന് ലേയിലേക്ക് ഏതാണ്ട് 3500 കിലോമീറ്റർ ഉണ്ട്. അവിടെ ലോക്കലി ടോട്ടലി കറങ്ങുന്ന സമയത്ത് 800-1000 കിലോമീറ്റർ വരെ അവിടെ വരും. പിന്നെ അതിനുശേഷം റിട്ടേൺ ചിലപ്പോൾ ചണ്ഡീഗഡ് അല്ലെ ഡൽഹി വന്നതിന് ശേഷം ബൈക്ക് പാർസൽ ചെയ്ത് ട്രെയിനിന് വരാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ദിവസം എത്ര റൈഡ് നടത്തും? എത്ര കിലോമീറ്റർ? നല്ല റോഡിൽ, ഹൈവേയിലൊക്കെ ഒരു 600 മുതൽ 800 വരെ കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യും. പിന്നെ മറ്റ് സ്ഥലങ്ങൾ, കാലാവസ്ഥ, ട്രാഫിക്, അതിനെയൊക്കെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ അവിടെ ക്ലൈമറ്റ് വിൻ്റർ സ്റ്റാർട്ടായില്ല, സമ്മർ ഓൾമോസ്റ്റ് കഴിയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ പൊതുവെ മഞ്ഞുവീഴ്ച മോസ്റ്റ് പ്രോബബ്ലി കിട്ടാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണ്. ഫാമിലിക്ക് ഒരു 10-12 വർഷം മുമ്പ് ഞാൻ ആദ്യത്തെ റൈഡ് പോകുന്ന സമയത്ത് ഇത്തിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വർഷങ്ങളായി ഇതിപ്പം യൂസ്ഡായി ചെറുപഴ ഷോപ്പിലേക്ക് പോകുന്നൊരു ഫീൽ മാത്രമേ അവർക്കിപ്പോൾ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്.
ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ഡെന്റൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റൂട്ട് കനാൽ, കുട്ടികളുടെ ദന്തചികിത്സ, കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി, ദന്തക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ, നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കുന്നു, ഓറൽ സർജറി, ദന്തൽ എക്സ്റേ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കുന്നു മുതലായ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമർ സിദ്ദിഖ്, ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ, ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു. വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 9446524809. ശാന്തി ഡെന്റൽ ക്ലിനിക്, പ്രശാന്ത് ബിൽഡിംഗ്, ചെറുപുഴ.